നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 6 പേർക്ക് ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. ലണ്ടനിൽ നിന്നെത്തിയവർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലുള്ള 2 വീതം ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. തിരൂരിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ലോറിക്ക് പുറകിലിടിച്ചു. 6 പേർക്ക് പരിക്ക്. അപകടം പുലർച്ചെ പൂങ്ങോട്ടുകുളത്ത്. പരിക്കേറ്റത് കാറിലുണ്ടായിരുന്നവർക്ക്. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. തിരൂരിൽ വാടക വീടിന്റെ ചുമരിടിഞ്ഞു വീണ് 3ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് പറവണ്ണ പള്ളാത്ത് ഫാറൂഖിന്റെ മകൻ ഫയാസ്. അപകടം ഞായറാഴ്ച കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോൾ. കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. ഭവന പദ്ധതി സർക്കാർ വിപുലപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ. APJ അബ്ദുൽ കലാം ചാരിറ്റബിൾ ട്രസ്റ്റ് വസ്തുരേഖ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കോവിഡിൽ നിന്ന് മുക്തരാകുന്നവരുടെ എണ്ണത്തിൽ വർധന. പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു. 3021 പേർക്ക് പുതുതായി രോഗം. 5145 പേർ രോഗമുക്തരായി. 19 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 3160. 24 മണിക്കൂറിന്റെ പരിശോധിച്ചത് 33,508 സാമ്പിളുകൾ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 6 പേർക്ക് ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. ലണ്ടനിൽ നിന്നെത്തിയവർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലുള്ള 2 വീതം ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗികളുടെ സമ്പർക്ക പട്ടിക ഉടൻ തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. സമ്പർക്ക പട്ടിക വിപുലമാകാൻ ഇടയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ആദ്യമായാണ് കേരളത്തിൽ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ അതിതീവ്ര കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ലണ്ടനിൽ നിന്നെത്തിയ 6 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലുള്ള 2 വീതം ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് 2 കേസാണ്. ഒരു കുടുംബത്തിലുള്ള 2 പേരാണ്. അതുപോലെ ആലപ്പുഴയിൽ 2 പേര്, അതും ഒരു കുടുംബത്തിലെ 2 പേരാണ്. കോട്ടയത്ത് ഒരാൾ, കണ്ണൂർ ഒരാൾ. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ്, ഹോസ്പിറ്റലിലാണ്. അവരെ നന്നായിട്ട് ഐസൊലേറ്റ് ചെയ്ത് അവരെ നിരീക്ഷിക്കുന്നുണ്ട്. അവരുടെ മറ്റ് കോണ്ടാക്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ സർവേയിലാണ്. അവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ സ്ട്രെയിനിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇത് പെരുകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ശരീരത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മറ്റുള്ളവരിലേക്ക് സംക്രമിക്കാനുള്ള, പകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇൻഫെക്ഷൻ വളരെ പെട്ടെന്നാണ്. ഇതിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ വേഗത്തിൽ സംഭവിക്കുന്നത്, പകർച്ച സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാം വളരെ കരുതിയിരിക്കണം എന്നതാണ് സൂചന നൽകുന്നത്. അതുകൊണ്ട് ആരോഗ്യ സ്വമേധയാ വെളിപ്പെടുത്താൻ തയ്യാറാവുക. അതുപോലെ കണ്ടുപിടിക്കാൻ ആരോഗ്യവകുപ്പ് അതിൻ്റെ സ്ക്രീനിങ്ങിനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വമേധയാ വെളിപ്പെടുത്തുകയും ചെയ്യുക. ഇവർ ഇങ്ങനെ വന്നിട്ടുള്ള ആളുകളുമായിട്ട് ആരെങ്കിലും സമ്പർക്കത്തിൽ ഉണ്ടെങ്കിൽ അവര് ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് ചെയ്യണം. രോഗികളുടെ സമ്പർക്ക പട്ടിക ഉടൻ തയ്യാറാക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. സമ്പർക്ക പട്ടിക വിപുലമാക്കാൻ ഇടയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടങ്ങൾക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശത്തു നിന്നെത്തിയവർ ആരോഗ്യവകുപ്പിൽ വിവരം അറിയിക്കണം. അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രായമായവരിലും മറ്റു അസുഖങ്ങളുള്ളവരിലുമാണ് വൈറസ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുകയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ലോറിക്ക് പുറകിലിടിച്ചു. കാർ യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ പൂങ്ങോട്ടുകുളത്താണ് അപകടം നടന്നത്. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷം നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിലിടിച്ചു. കാർ യാത്രികരായ 6 പേർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 2 മണിയോടെയാണ് അപകടം നടന്നത്. എറണാകുളത്തു നിന്നും ചരക്കുമായി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറി പൂങ്ങോട്ടുകുളം ബിയാൻകോയ്ക്ക് സമീപം നിർത്തിയിട്ടതായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ സമീപത്തെ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസും സ്ഥലത്തെത്തി. ഇടിയെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തിരൂരിൽ വാടക വീടിന്റെ ചുമരിടിഞ്ഞു വീണ് 3ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി മരണപ്പെട്ടു. പറവണ്ണ പള്ളാത്ത് ഫാറൂഖിന്റെ മകൻ ഫയാസാണ് മരിച്ചത്. 8 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം.
ഞായറാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് അപകടം. ഫയാസ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ അടുത്തുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടെ ചുമരിടിഞ്ഞ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഫയാസിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ശുശ്രൂഷ നൽകി. തുടർന്ന് കോട്ടക്കലിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ജമീലയാണ് മാതാവ്. ഷർമിള, ഇർഫാന, ഷംന എന്നിവർ സഹോദരങ്ങളാണ്. പറവണ്ണ GUP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. കോവിഡ് ബാധിതനായിരുന്നു. ജനപ്രിയ കവിതകളുടെ ഒരു യുഗമാണ് കൊഴിഞ്ഞു പോകുന്നത്. പഠനകാലം മുതൽ കവിതകളിൽ ആറാടി ഇടവേളയിൽ സന്യാസ ജീവിതം നയിച്ച, വിപ്ലവവും പ്രണയവും ഒരുപോലെ കവിതകളിൽ ചാലിച്ച അനിൽ പനച്ചൂരാനും ഒടുവിൽ കോവിഡിനു കീഴടങ്ങി തിരികെ വരാത്ത ഗ്രാമത്തിലേക്ക് യാത്രയായി. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എന്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ. കോവിഡ് ബാധിച്ചു ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഞായറാഴ്ച തലകറങ്ങി വീണതിനെ തുടർന്ന് മാവേലിക്കരയിലെയും കരുനാഗപ്പള്ളിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച അനിലിനെ പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. രാത്രിയോടെ മരണം സംഭവിച്ചു. ലാൽ ജോസ് സംവിധാനം ചെയ്ത അറബിക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ രചിച്ചുകൊണ്ടാണ് അനിൽ പനച്ചൂരാൻ സിനിമ ഗാനരചനാ രംഗത്തേക്ക് കടന്നുവരുന്നത്. പിന്നീട് അങ്ങോട്ട് അനിലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വിപ്ലവത്തിന്റെ മണവും രുചിയുമുള്ള ചോര വീണ മണ്ണിൽ നിന്ന് എന്ന വരികൾ എഴുതിയ അതേ തൂലികയിൽ നിന്ന് തന്നെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന ഹാസ്യ കവിതയും പിറന്നു. മാടമ്പി, സൈക്കിൾ, ക്രേസി ഗോപാലൻ, മിന്നാമിന്നിക്കൂട്ടം, ഭ്രമരം, ലൗഡ് സ്പീക്കർ, പാസഞ്ചർ, ഭഗവാൻ, പരുന്ത്, ബോഡിഗാർഡ്, മാണിക്യക്കല്ല്, സീനിയേഴ്സ് തുടങ്ങി ഒരു പറ്റം ചിത്രങ്ങൾക്കായി അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു. അനാഥൻ എന്നാണ് അനിലിന്റെ ആദ്യ കവിതാ സമാഹാരത്തിന്റെ പേര്. കോളേജിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കൾക്കിടയിലെ വെടിവട്ടത്തിലാണ് ഇടവമാസ പെരുമഴ പെയ്ത രാവതിൽ കുളിരിനു കൂട്ടായി ഞാൻ നടന്നു എന്ന പൂർത്തിയാക്കാത്ത കവിതാശകലം അനിൽ ചൊല്ലുന്നത്. അന്ന് അതിന് അനാഥൻ എന്ന് പേരിട്ടിരുന്നില്ല. പിന്നീട് നങ്ങ്യാർകുളങ്ങരയിലെ TKMM കോളേജിലും പരിസരത്തെ മറ്റു കോളേജുകളിലും അനിലിന്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ കവിതകളുടെ ഈരടികൾ പാറിപ്പറന്നു. വലയിൽ വീണ കിളികൾ, ഒരു മഴ പെയ്തെങ്കിൽ, അക്ഷേത്രിയുടെ ആത്മഗീതം എന്നിവയാണ് അനിലിന്റെ കവിതാ സമാഹാരങ്ങൾ. ഇടവമാസപ്പെരും മഴ പെയ്ത രാവതിൽ കുളിരിന് കൂട്ടായി ഞാൻ നടന്നു, ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഗോവിന്ദമുട്ടത്ത് വാരാണപ്പള്ളി പനച്ചൂർ വീട്ടിൽ 1965 നവംബർ 20 അനിൽ പനച്ചൂരാന്റെ ജനനം. ഉദയഭാനു, ദ്രൗപദി ദമ്പതികളുടെ മകനാണ്. നങ്ങ്യാർകുളങ്ങര TKMM കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, വാറങ്കൽ കാകതീയ സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. അഭിഭാഷകനായി ജോലി നോക്കുന്നു. മായയാണ് ഭാര്യ. മൈത്രേയി, അരുൾ എന്നിവരാണ് മക്കൾ. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എന്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാൻ, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ. തിരൂർ മുനിസിപ്പൽ SYS കമ്മിറ്റി റൈസപ്പ് സിസ്റ്റം ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സയ്യിദ് KK തങ്ങൾ വെട്ടിച്ചിറ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പരിധിയിലെ 24 യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. തിരൂർ മുനിസിപ്പൽ SYS കമ്മിറ്റി സംഘടിപ്പിച്ച റൈസപ്പ് സിസ്റ്റം ട്രെയിനിംഗ് ക്യാമ്പ് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സയ്യിദ് KK തങ്ങൾ വെട്ടിച്ചിറ ഉദ്ഘാടനം ചെയ്തു. തന്റെ ജീവിതത്തിൽ കാണിച്ച മാതൃക തങ്ങൾ തന്റെ ഭാര്യമാരെ സ്നേഹിച്ചിരുന്നു. എങ്ങനെ സ്നേഹിച്ചു? നമ്മളെ പോലെ സ്നേഹമല്ല, ആത്മാർത്ഥം സ്നേഹിച്ചിരുന്നു. തന്റെ മക്കളെ സ്നേഹിച്ചിരുന്നു. തന്റെ പേരക്കുട്ടികളെ സ്നേഹിച്ചിരുന്നു. ആത്മാർത്ഥമായി നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നില്ല. തന്റെ മക്കളെ ആത്മാർത്ഥം സ്നേഹിക്കുന്നില്ല. സമയമില്ല, ആർക്കും സമയമില്ല. തന്റെ ഭാര്യ സ്വന്തമായിരുന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ സമയമില്ല. മക്കളെ സ്നേഹിക്കാൻ സമയമില്ല. തന്റെ പേരക്കുട്ടിയെ സമയമില്ല. എല്ലാവരും തിരക്കാണ്. റസൂൽ കാണിച്ച മാതൃക. റസൂൽ നമ്മുടെ ആദ്യത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു, ലോകത്തിലെ ഏറ്റവും കോടികൾ കഴിവുള്ള സാമ്പത്തിക ഭാഗമുള്ള ഒരു ഭാര്യ ഖദീജ. ആ ഖദീജ തെരഞ്ഞെടുത്താരായിരുന്നു? പാവപ്പെട്ട ഫക്കീറായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത്. താഴെപ്പാലം സംഗമ റെസിഡൻസിൽ നടന്ന ക്യാമ്പിൽ മുനിസിപ്പൽ പരിധിയിലെ 24 യൂണിറ്റിൽ നിന്നും ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളാണ് പങ്കെടുത്തത്. ആദർശം, ആത്മീയം, സംഘാടനം എന്നീ 3 സെഷനുകളായിരുന്നു.
ഹാഫിദ് അബ്ദുൽ ഹസീഫ് ഫൈസി, മുഹമ്മദ് അലി ദാരിമി കരേക്കാട്, ഷാവുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി എന്നിവർ ക്ലാസുകളെടുത്തു. വർക്കിംഗ് പ്രസിഡന്റ് തർമൽ സിദ്ദീഖ് ഹാജി അധ്യക്ഷനായിരുന്നു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സി തൊയ്യബ് ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PM ഹുസൈൻ ജിഫ്രി തങ്ങൾ, ട്രഷറർ CP അബൂബക്കർ ഫൈസി, നിരീക്ഷകൻ C മുഹമ്മദ് കുട്ടി വെട്ടിച്ചിറ, മുനിസിപ്പൽ ഭാരവാഹികളായ കേടത്തിൽ ഇബ്രാഹിം ഹാജി, തുർവായിൽ ബഷീർ ഹാജി എന്നിവർ പ്രസംഗിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി O സലീം സ്വാഗതവും ട്രഷറർ KP ഫസലുദ്ദീൻ നന്ദിയും പറഞ്ഞു. യൂനിസ് കോരങ്ങത്ത്, സിയ കോരങ്ങത്ത്, സുബൈർ പാൻബസാർ, നിസാർ ഹാജി ഇലത്തപ്പാടം, ബഷീർ, VP തോലഹത്ത, ഷിയാബ് തൂമ്പിൽ, കുഞ്ഞാപ്പു ഹാജി, അഷ്റഫ് പൂക്കയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. ചടങ്ങിൽ ആമില ടാസ്ക് അംഗങ്ങളെയും സംഘടനാ നേതാക്കളെയും ആദരിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ഭവന പദ്ധതി സർക്കാർ വിപുലപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ പറഞ്ഞു. തിരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന APJ അബ്ദുൽ കലാം ചാരിറ്റബിൾ ട്രസ്റ്റ് 10 കുടുംബങ്ങൾക്ക് കാരുണ്യ ഭവനം പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന്റെ വസ്തുരേഖ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടെന്ന സ്വപ്നമാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരം. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 2.5 ലക്ഷം വീടുകളാണ് സർക്കാർ ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയത്. ലൈഫ് മിഷൻ പദ്ധതി യാഥാർത്ഥ്യമായത് പല വ്യക്തികളെയും സംഘടനകളെയും ഇത്തരം പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി KT ജലീൽ പറഞ്ഞു. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു സ്ഥാപനം, ഇതൊക്കെ ശാശ്വതമായി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് അവർ നടത്തുന്ന ബിസിനസിന്റെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ അല്ല എന്നുള്ളതാണ് വസ്തുത. അവർ ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ ആധാരമാക്കിയാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്കൊക്കെ സ്ഥാനമുണ്ടാവുക. കോഹിനൂർ നൌഷാദിനും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കും ജനമനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ സാധിച്ചത് അവർ നടത്തുന്ന ഇത്യാദി പ്രവർത്തനങ്ങളിലൂടെയാണ്. തിരൂർ നഗരസഭാ പരിധിയിൽ പോളിടെക്നിക്കിന് പടിഞ്ഞാറ് വശമുള്ള 40 സെന്റ് ഭൂമിയാണ് 10 കുടുംബങ്ങൾക്ക് 4 സെന്റ് വീതം വീതിച്ചു നൽകിയത്. ബിസിനസ്സുകാരനായ കോഹിനൂർ നൌഷാദ് APJ ട്രസ്റ്റിന് നൽകിയ സ്ഥലമാണിത്. കാരുണ്യ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് 10,000 രൂപ സംഭാവന നൽകി തിരൂർ തഹസിൽദാർ T മുരളി തുടക്കം കുറിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് K ഷെരീഫ് അധ്യക്ഷയായിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP റംല, നഗരസഭാ കൗൺസിലർമാരായ K സരോജാദേവി, V നന്ദൻ, BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, ഗായകൻ ഫിറോസ് ബാബു, ജീവകാരുണ്യ പ്രവർത്തകനായ നാസർ മാനു, ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് മുജീബ് താനാളൂർ, ജനറൽ സെക്രട്ടറി നാലകത്ത് ഫിറോസ്, YMCA പ്രസിഡന്റ് മനോജ് ജോസ്, SSM പോളിടെക്നിക് NSS പ്രോഗ്രാം ഓഫീസർ M മുംതാസ്, ഹബീബ് പാറമൽ തുടങ്ങിയവർ സംസാരിച്ചു. മിനിസ്റ്റർ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഭൂമി കിട്ടിയാൽ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ഒക്കെ ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും അവിടെ അങ്ങനെ മലപ്പുറം ജില്ലയിൽ ഫ്ലാറ്റ് നിർമ്മിക്കാൻ ബഹുമാനപ്പെട്ട ജലീൽഖാന്റെ കെയറോഫിൽ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഭൂമി ഞാൻ നൽകാൻ തയ്യാറാണ്. ഒരു പ്രത്യേകമുള്ള കാര്യം, നമുക്ക് ആവശ്യം പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാവണം, വേറെ ഒന്നും ആഗ്രഹമില്ല. ഭൂമി നമ്മളെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തരാനുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഫണ്ടില്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ആളുള്ളത്. ഒസാമ്പടി മൈറ്റി ഫ്രണ്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭക്ഷണ കിറ്റ് വിതരണത്തിന്റെ 3ാം വാർഷികം സംഘടിപ്പിച്ചു. വാർഷിക ഉദ്ഘാടനം തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ നിർവഹിച്ചു. ഒസാൻപടി മൈറ്റി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാസം തോറും നടത്തിവരുന്ന നിർധന കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണത്തിന്റെ 3ാം വാർഷികമാണ് സംഘടിപ്പിച്ചത്. ക്ലബ് ഓഫീസിൽ സംഘടിപ്പിച്ച വാർഷിക ഉദ്ഘാടനം തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ നിർവഹിച്ചു. ഒരുപാട് കാലം കഴിയുമ്പോൾ നമുക്കൊക്കെ വയസ്സായി, നമുക്കൊക്കെ വരുമ്പോൾ ഇത് ഞാൻ അന്ന് തുടങ്ങിയതായിരുന്നു നിങ്ങൾക്ക് പറയാം. കാരണം അപ്പുറം ഇതിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം, ഇത് നല്ല പ്രവർത്തനം തുടങ്ങണം. അന്നൊക്കെ സഹായിക്കാൻ നിങ്ങൾക്കൊക്കെ ഈ ക്ലബിന് പൈസ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റും. ക്ലബ് ചാരിറ്റി ടീം പ്രസിഡന്റ് നൌഷാർ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി നിമീഷ്, വാർഡ് മെമ്പർ നുസൈബ, ക്ലബ് വൈസ് പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. തലക്കാട് കെയർ പാലിയേറ്റീവ് ഭാരവാഹി ഉസ്മാൻ കക്കുഴിയിലും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കർഷക തൊഴിലാളി യൂണിയൻ താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. CIT ഏരിയ പ്രസിഡന്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കർഷക തൊഴിലാളി യൂണിയൻ താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സും K ബാപ്പു അനുസ്മരണവും സംഘടിപ്പിച്ചു. താനൂരിൽ നടന്ന പരിപാടി CIT ഏരിയ പ്രസിഡന്റ് M അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക നയസമീപനങ്ങളിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ രീതിയിൽ തുടരാൻ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാനുണ്ടായിട്ടുള്ള ചങ്കൂറ്റം
ഇന്ത്യയുടെ ജനാധിപത്യ സമ്പ്രദായത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് BJP ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ നാട്ടിൽ ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പാർലമെന്റിനെയും രാജ്യസഭയും എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. KSKTU ഏരിയ സെക്രട്ടറി KTS ബാബു അധ്യക്ഷനായിരുന്നു. ഏരിയ പ്രസിഡന്റ് സമത് താനാളൂർ, ജില്ലാ കമ്മിറ്റി അംഗം P ശങ്കരൻ, A രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് LDF ചരിത്ര മുന്നേറ്റ വിജയാഘോഷ റാലി നാടിന് ആവേശക്കാഴ്ചയായി. സ്വീകരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം A ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഇടതു മുന്നേറ്റത്തിന്റെ വിജയാഘോഷ റാലി തെക്കൻ കുറ്റൂർ മുക്കിലപ്പീടികയിൽ നിന്ന് ആരംഭിച്ച് കോലുപാലം ബൈപ്പാസ് വടക്കേ അങ്ങാടി ചുറ്റി ജാറം മൈതാനിൽ സമാപിച്ചു. ബാൻഡ് മേളം, DJ, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ആഘോഷം തലക്കാടിനെ ഇളക്കി മറിച്ചു. റാലിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, വൈസ് പ്രസിഡന്റ് AK ബാബു, ബ്ലോക്ക് മെമ്പർമാരായ അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, T ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ജാറം മൈതാനിൽ നടന്ന സ്വീകരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം A ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. P മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. T ഷാജി, U ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ബ്ലോക്ക് LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. തിരൂർ സംഘം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മൂസ കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരി എന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങൾക്ക് വലിയ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ കാര്യം അന്ന് വളരെ സങ്കീർണമായ 76, 80, 85, 90 വരെയുള്ള കാലഘട്ടങ്ങൾ വളരെ വളരെ സങ്കീർണമായിരുന്നു. അന്ന് റേഷൻ കട നടത്തിയിരുന്നവർക്കും അന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അന്നത്തെ ആളുകൾക്കും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗമില്ലാത്ത ആയിരങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. സാധാരണഗതിയിൽ ഇപ്പോൾ 1, 10, 20 മാത്രമേ ഉണ്ടാവൂ. ആ ആയിരങ്ങൾക്ക് 1 കിലോനോ 5 കിലോനോ 1/2 കിലോനോ അരി വരെ എൻ്റെ അനുഭവത്തിലുണ്ട്. 1/2 കിലോ ഗോതമ്പിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കടയിൽ നിന്ന് മറ്റ് കടയിൽ നിന്ന് വന്നിരുന്ന് അവനൊരു 1/2 കിലോ ഗോതമ്പ് കൊടുക്കുന്നതിനുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ അങ്ങനെ ഓർക്കുകയാണ് എപ്പോഴും. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് എടുക്കാനായിരിക്കില്ല, അവിടുത്തെ കടക്ക് അവിടെ തന്നെ ഭക്ഷണിക്കാരാ. താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ, തിരൂർ നഗരസഭാ കൗൺസിലർ V നന്ദൻ മാസ്റ്റർ, ഷാനവാസ് തുടങ്ങിയവർക്കാണ് സ്വീകരണം നൽകിയത്. താലൂക്ക് പ്രസിഡന്റ് അബൂബക്കർ കൂട്ടായി അധ്യക്ഷനായിരുന്നു. അബ്ദുൽ ഖാദർ തെക്കുമുറി, ജയപ്രകാശ് വെങ്ങാലൂർ, ഷാജി മുളക്കൽ, സിദ്ദിഖ് ചമ്രവട്ടം തുടങ്ങിയവർ സംസാരിച്ചു. SKSSF സഹചാരി മെഡി സെന്റർ ആധുനീകരിച്ച ജില്ലാ ആശുപത്രിയിലെ നേത്രശസ്ത്രക്രിയാ വാർഡിന്റെ സമർപ്പണം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. SKSSF സഹചാരി മെഡി സെന്റർ ആധുനീകരിച്ച ജില്ലാ ആശുപത്രിയിലെ നേത്രശസ്ത്രക്രിയാ വാർഡിന്റെ സമർപ്പണം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. 8 വർഷമായി സഹചാരി മെഡി സെന്റർ വളണ്ടിയർ സേവനം, പ്രവർത്തനം, മരുന്ന് വിതരണം, ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ ഹോസ്പിറ്റൽ ശുചീകരണവും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ചടങ്ങിൽ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി അധ്യക്ഷനായിരുന്നു. PM റഫീഖ് അഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തി. സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ, സത്താർ പന്തല്ലൂർ, നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, നഗരസഭാ പ്രതിപക്ഷ കക്ഷി നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ആശുപത്രി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഡോക്ടർ വിനോദ്, സയ്യിദ് SK തങ്ങൾ, K ഇബ്രാഹിം ഹാജി, ആഷിഖ് കുഴിപ്പുറം, PP അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ തിരൂർ സബ് ട്രഷറി ഓഫീസ് താൽക്കാലികമായി അടച്ചിട്ടു. 5 ജീവനക്കാർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്.
കഴിഞ്ഞ ദിവസമാണ് തിരൂർ സബ് ട്രഷറി ഓഫീസിലെ ജീവനക്കാരിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാരും പരിശോധനയ്ക്ക് വിധേയമാവുകയായിരുന്നു. പരിശോധനയിൽ 4 ജീവനക്കാർക്ക് കൂടി പോസിറ്റീവ് സ്ഥിരീകരിച്ചു. തുടർന്നാണ് ഓഫീസ് അടുത്ത 3 ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചത്. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ 3 ദിവസങ്ങളിലാണ് സബ് ട്രഷറി ഓഫീസ് അടച്ചിട്ടിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് രോഗമുക്തരുടെ എണ്ണം വർദ്ധിച്ചു. പ്രതിദിന രോഗികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. 3021 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. 2643 പേർ സമ്പർക്ക രോഗികളാണ്. 5145 പേരാണ് ഇന്ന് രോഗമുക്തരായത്. 19 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 3160 24 മണിക്കൂറിനിടെ 33508 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.2%. സംസ്ഥാനത്ത് തിങ്കളാഴ്ച 3021 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 481, മലപ്പുറം 406, എറണാകുളം 382, തൃശൂർ 281, കോട്ടയം 263, ആലപ്പുഴ 230, തിരുവനന്തപുരം 222, കൊല്ലം 183, പാലക്കാട് 135, കണ്ണൂർ 133, പത്തനംതിട്ട 110, ഇടുക്കി 89, വയനാട് 79, കാസർഗോഡ് 27 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. യുകെയിൽ നിന്നും വന്ന 2 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ അടുത്തിടെ യുകെയിൽ നിന്നും വന്ന 39 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 12 പേരുടെ ഫലം വന്നു. അതിൽ ജനിതക വകഭേദം വന്ന വൈറസിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 33508 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.02 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 3160 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 52 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2643 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 284 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 42 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5145 പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. ഇതോടെ 63135 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 7,12,389 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ജില്ലയിൽ 406 പേർക്കാണ് പുതുതായി രോഗം. 378 പേരും സമ്പർക്ക രോഗികളാണ്. രോഗമുക്തരുടെ എണ്ണം വർദ്ധിച്ചത് ആശ്വാസമാകുന്നു. 522 പേരാണ് രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങിയത്. ആകെ മരണസംഖ്യ 487. തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ ആരോഗ്യ ജാഗ്രത ഉറപ്പാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച 522 പേർ കോവിഡ് രോഗമുക്തരായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 87,679 ആണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഉൾപ്പെടെ 406 പേർക്കാണ് ജില്ലയിൽ നിന്ന് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. രോഗബാധിതരായവരിൽ 378 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും 18 പേർക്ക് ഉറവിടമറിയാതെയുമാണ് വൈറസ് ബാധ. കൂടാതെ 5 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ജില്ലയിൽ 61,339 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 4,839 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. ജില്ലയിൽ 487 പേരാണ് കോവിഡ് ബാധിതരായി ഇതുവരെ മരണപ്പെട്ടത്. കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാഗികമായി തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക അകലം ഉൾപ്പെടെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. നിർബന്ധമായും മാസ്ക് ധരിക്കുകയും മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ നേരിട്ട് ആശുപത്രികളിൽ പോകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, ജില്ലാതല കൺട്രോൾ സെൽ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെട്ട് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ്. കോവിഡ് വൈറസ് പോലും പേടിച്ചോടുന്ന തരത്തിലാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ പൊടിപൊടിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോഴും അതൊന്നും ആഘോഷം സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കുന്നില്ല. മാസ്കും സാമൂഹിക അകലവും ഇല്ലാതെ നൂറുകണക്കിന് ആളുകളാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഡിജെയുടെയും കലാപരിപാടികളെയുമെല്ലാം അകമ്പടിയോടെ രാഷ്ട്രീയ കക്ഷികളുടെ വിജയാഘോഷങ്ങൾ കൊഴുക്കുകയാണ്. ഇരുചക്രവാഹനങ്ങളിലും കാൽനടയാത്രയുമെല്ലാം നൂറുകണക്കിന് ആളുകളാണ് സാമൂഹിക അകലവും മാസ്കും ഒന്നുമില്ലാതെ റോഡിൽ ആനന്ദ നൃത്തം ചവിട്ടുന്നത്. മേലാറ്റൂരിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പേരും പറഞ്ഞ 50,000 വാട്ട്സിന്റെ മ്യൂസിക് സിസ്റ്റങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയോടെ നാട്ടുകാർ തെരുവിലിറങ്ങിയതോടെ പൊതുജനങ്ങൾക്ക് ശബ്ദമലിനീകരണവും വേണ്ടതിലധികമുണ്ട്. മണിക്കൂറുകളോളം റോഡിൽ കൊട്ടിപ്പാടിയും ബോധപൂർവം എന്നോണം ഗതാഗതക്കുരുക്കുണ്ടാക്കിയുമെല്ലാം യാത്രക്കാരെ ദുരിതത്തിലാക്കിയാണ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നത്. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന റോഡിൽ പടക്കം പൊട്ടിച്ചും മറ്റും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് ആഘോഷങ്ങൾ. തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞ ദിവസമേറെ കഴിഞ്ഞെങ്കിലും ആഘോഷങ്ങൾക്ക് മാത്രം ഒരു കുറവും വന്നിട്ടില്ല.
കഴിഞ്ഞ ദിവസം രാത്രി 7:30 മേലാറ്റൂർ അങ്ങാടിയിലെത്തിയ വിജയാഘോഷം പോലീസ് സ്റ്റേഷനു മുന്നിലും ഏറെ നേരം കൂട്ടം കൂടി. ഇതോടെ മേലാറ്റൂർ അങ്ങാടിയും ഗതാഗതക്കുരുക്കിലമർന്നു. വിജയാഘോഷം അതിരുവിട്ടതോടെ പോലീസുകാർ രംഗത്തിറങ്ങുകയായിരുന്നു. ഷവോമി എക്സ്ക്ലൂസീവ് ഷോറൂം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. റിംഗ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഗായിക മെഹറിനും നിംന ഫത്തൂമിയും ചേർന്ന് നിർവഹിച്ചു. ഉദ്ഘാടകർ ദംസാന് ആദ്യ വിൽപ്പന നിർവഹിച്ചു. MI ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് ഷവോമി പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ മുഹമ്മദ് അസറുദ്ദീൻ ചിരക്കാട്ടിൽ, മുഹമ്മദ് ഷഫീർ കുട്ടക്കാടൻ, നജീബ് പൂന്തോട്ടത്തിൽ, ജവാദ് പെരിങ്ങോട്ടുകൊടി, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാനേജർ നിജാദ് എന്നിവർ പങ്കെടുത്തു. താനൂർ നഗരസഭയിൽ നിന്നും വിധവ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന 60 വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾ പുനർവിവാഹം അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ജനുവരി 15-നകം താനൂർ നഗരസഭാ ഓഫീസിൽ ഹാജരാക്കണം. അല്ലാത്തപക്ഷം പെൻഷൻ സർക്കാർ തടഞ്ഞുവെക്കുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 6 പേർക്ക് ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. ലണ്ടനിൽ നിന്നെത്തിയവർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലുള്ള 2 വീതം ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. തിരൂരിൽ നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ലോറിക്ക് പുറകിലിടിച്ചു. 6 പേർക്ക് പരിക്ക്. അപകടം പുലർച്ചെ പൂങ്ങോട്ടുകുളത്ത്. പരിക്കേറ്റത് കാറിലുണ്ടായിരുന്നവർക്ക്. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. തിരൂരിൽ വാടക വീടിന്റെ ചുമരിടിഞ്ഞു വീണ് 3ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് പറവണ്ണ പള്ളാത്ത് ഫാറൂഖിന്റെ മകൻ ഫയാസ്. അപകടം ഞായറാഴ്ച കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോൾ. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അന്ത്യം. ഭവന പദ്ധതി സർക്കാർ വിപുലപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ. APJ അബ്ദുൽ കലാം ചാരിറ്റബിൾ ട്രസ്റ്റ് വസ്തുരേഖ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കോവിഡിൽ നിന്ന് മുക്തരാകുന്നവരുടെ എണ്ണത്തിൽ വർധന. പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു. 3021 പേർക്ക് പുതുതായി രോഗം. 5145 പേർ രോഗമുക്തരായി. 19 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് ആകെ മരണസംഖ്യ 3160. 24 മണിക്കൂറിന്റെ പരിശോധിച്ചത് 33,508 സാമ്പിളുകൾ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.